മക്കയിൽ നിന്ന് 26 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹുദൈബിയ, ഇന്ന് ഷുമൈസി എന്ന പേരുള്ള ഹുദൈബിയയിൽ എത്താൻ കഴിയും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 6-ാം കൊല്ലം ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി 1500 സ്വഹാബികളുമായി വന്ന് അതുമായി ബന്ധപ്പെട്ട ബൈഅത്തുർ റിദ്വാനും ഹുദൈബിയ സന്ധിയും നടന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, പ്രദേശമാണ് ഹുദൈബിയ. അൽഹംദുലില്ലാഹ്, ആ ഭാഗത്തേക്ക് വരുമ്പോൾ നിരവധി സുഡാനി സുഹൃത്തുക്കളും അതുപോലെ മറ്റു രാജ്യക്കാരും ഒട്ടകങ്ങളെ പരിപാലിച്ച് ഉപജീവനം നടത്തുന്ന ഒരു പ്രത്യേക ഏരിയ തന്നെ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ എല്ലാ വെള്ളിയാഴ്ചയും നാം ധാരാളം തവണ കേട്ട് പരിചയമുള്ള ഒരു ആയത്താണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും ഓർമ്മിക്കാനും പഠിക്കാനും വേണ്ടി നിരവധി ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു തആല നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ആകാശം, അതുപോലെ ഭൂമി. എന്നാൽ ഈ ഭൂമിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയായി അല്ലാഹു തആല പേര് പറഞ്ഞ ഒരു ജീവിയാണ് ഈ കാണുന്ന അഫലാ യൻദുറൂന ഇലൽ ഇബിൽ. എന്തുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി പറയാണ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒട്ടകത്തെങ്ങനെ പറയാനുള്ള കാരണം, അത് മരുഭൂമിയിലൂടെ ഒരു കപ്പലാണ്. കച്ചവടത്തിനും നീണ്ട യാത്രകൾക്കും പ്രാചീന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു ജീവിയാണ് ഈ കാണുന്ന ഒട്ടകം. മാഷാ അല്ലാഹ്, അതിന്റെ പൂഞ്ഞയിലും അതിന്റെ പ്രത്യേകമായ ഓരോ സംവിധാനങ്ങളിലുമൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ട് ആരോഗ്യശാസ്ത്രജ്ഞന്മാരും അമേരിക്ക പോലത്തെ പഠനം നടത്തി കണ്ടെത്തി ഒരുപാട് മരുന്നുകളും അത്ഭുതങ്ങളും പ്രത്യേകം എടുത്ത് തന്നെ ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഫ്രഷ് പാല് ഇവിടുന്ന് 5 റിയാൽ കൊടുത്താൽ ലഭിക്കുന്നതാണ്. അതേപോലെ ചില രാജ്യക്കാര് ഒട്ടകത്തിന്റെ മൂത്രവും കുടിക്കാറുണ്ട്. ഇസ്ലാമിൽ അത് നമ്മുടെ മതപ്രകാരം പാടില്ലെങ്കിലും ചിലര് മരുന്നായിട്ട് മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ആ കൂട്ടത്തില് ഒട്ടകത്തിന്റെ ഫ്രഷ് പാല് അനുവദനീയമായതൊക്കെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ജീവികളിൽ നിന്നൊക്കെ ഈ പാല് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മഹ്ദിൻ സംഘങ്ങൾ റബീഉൽ 2-ാം ബാച്ചിൽ അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഒന്ന് കണ്ട് ചരിത്രങ്ങൾ കൈവറക്കാനും ഇങ്ങനെയും കുറെ അവസ്ഥകളുണ്ടെന്ന് അറിയാനൊക്കെ വേണ്ടി മാഷാ അല്ലാഹ് ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഹുദൈബിയയിൽ പോയി 3-ാമത്തെ ഉംറ നിർവഹിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം കാണാനും അനുഭവിക്കാനും ചിന്തിക്കാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും സന്തോഷം നേരുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.